അങ്ങനെ ഇതാ വീണ്ടും ഒരു സൺഡേ വന്നു കേട്ടോ. അപ്പോൾ രാവിലെ മുട്ടയൊക്കെ പുഴുങ്ങി ചായ ഉണ്ടാക്കി വേദപാഠത്തിന് പോകുന്ന ആൾക്ക് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഒരു കപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളിവിടെ പിള്ളേർ പിന്നെ ഫാദേഴ്സ് ഡേ അതൊന്നും ഇല്ല. ഞാൻ പിന്നെ ചുമ്മാ ഒരു കപ്പ് വാങ്ങിച്ചു വെച്ചതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സാരിക്ക് എടുത്താണ് കേട്ടോ പള്ളിയിലൊക്കെ പോയത്. പള്ളിയൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ബാൽക്കണിയൊക്കെ തുറന്നിട്ട് ഹസ്ബൻഡിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ കൊടുത്തേ. പിന്നെ ഞങ്ങൾ ശനിയാഴ്ച പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പുത്തേട്ട് ട്രാവൽ ബോക്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടായിരുന്നു. മുട്ടയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നേ. പിന്നെ ഞാൻ മോനെ കൂട്ടാൻ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് ബേക്കറിയിൽ കയറി അവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല, കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നേ. കച്ചോരിയൊക്കെ വാങ്ങിച്ചേ. വന്നപാടെ ഞാൻ അരി അടുപ്പത്തിട്ടു, കാരണം നമുക്ക് ഉച്ചയാകുമ്പത്തേനും ചോറ് റെഡി ആക്കണം. ഇന്ന് ചോറും കറികളുമാണ് കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടൊരു കച്ചോരി എടുത്ത് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, പച്ചക്കറിയാണ് അതിൻ്റെ ഫില്ലിങ്. പിന്നെ ഞാൻ കടലപ്പരിപ്പ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പീച്ചിലിങ്ങയും കടലപ്പരിപ്പും കൂടി ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിവിടെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിലൊന്നും തേങ്ങയൊന്നും വേണ്ട കേട്ടോ. ഞാൻ അത്യാവശ്യം തേങ്ങ ഒഴിവാക്കിയിട്ടുള്ള കറികളായിരിക്കും മിക്കവാറും ഉണ്ടാക്കുക, ഈസി ആയിരിക്കുമല്ലോ. പിന്നെ മോരുകറി ഉണ്ടാക്കുന്നുണ്ട്, അതിന് തേങ്ങ വേണം. അപ്പം മോരുകറിക്ക് ഞാൻ കുമ്പളങ്ങയും വെള്ളരിക്കയും കൂടി ഇട്ടിട്ട് വേവിച്ച് എടുത്തിട്ട് അത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോര് കുറച്ച് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കുറച്ച് ദിവസം കൂടി ഇരുന്നാൽ പിന്നെ കേടായി പോകുമല്ലോ. അപ്പം നമ്മുടെ പരിപ്പും പീച്ചിലിങ്ങൊക്കെ റെഡിയായി. അങ്ങനെ ഒരു കറി ആയിട്ടുണ്ട്, അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ മോര് കറി ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മോരൊഴിച്ച് മോര് കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതും മോരുകറിയും ഒരു വശത്തായിട്ടുണ്ട്. ഒന്ന് ആവി പൊന്തുമ്പോഴത്തേനും നമുക്കത് സ്റ്റവൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡ് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്കമാലി മാങ്ങാക്കറി വെക്കണം കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മാങ്ങ പഴുത്തതല്ല കേട്ടോ, അതിൻ്റെ കളർ അങ്ങനെയാണ്. അപ്പം മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി സവോളയും ഇഞ്ചിയും പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി മതിയെ. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കറിവേപ്പിലയും ഉപ്പും കൂടെ ഇട്ട് പിന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കൈകൊണ്ട് ഞെരടുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അതിലേക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യത്തെ പാലും കൂടി ഒഴിച്ച് ചെറുതായിട്ട് തള വരുമ്പോഴത്തേനും ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെമ്മീനൊന്ന് വറുത്തെടുത്തതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ട് പൊടിയൊക്കെ മാറ്റിയിട്ട് അതൊന്ന് കുറച്ച് 2-3 മാങ്ങയുടെ കഷ്ണങ്ങളും ഇട്ട് ചമ്മന്തി റെഡിയാക്കി എടുത്ത് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡിയായി, മോരുകറി റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് അടിപൊളിയായിരുന്നേ. അപ്പം കുറച്ച് ബീഫും ഉണ്ടായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.